I am Deepa here inside my house, Hadaya Mandira Auditorium, Mavelikara. Now the time is 7:52. Today's date is 26th February. And what you know, like this Sami, ഈ സാമി ഇല്ലേ മന്ദിരത്തിലെ സാമിയിൽ കൂടിയാണ് ഇപ്പം കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ സാമിയാണ് ഇപ്പം കുറേ ഇങ്ങനെ ലേസറടിയൊക്കെ ആയിട്ട് ഈ മുറി കയറിയിരിക്കുന്നത് മിക്കവാറും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അമ്പലത്തിലേക്കും ആ മന്ദിരത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് തോന്നും ഈ പ്ലാമൂട്ടിലെ അവനും ഉണ്ട് രോഗം, പ്ലാമൂട്ടിലെ. അപ്പം സ്വാമി ഭയങ്കര അങ്ങ് പ്ലാമൂട്ടിലെ അവൻ പറയും എന്തോ എൻ്റെ പേര് കുഞ്ഞുമോൻ, അയ്യോ ലവനായി ഇളക്കുന്നത്, അവൻ ഇളക്കുക കൊച്ചിനെ ചുമ്മാതാ. ഇവന്മാരെല്ലാം ഒറ്റക്കെട്ടാണ്, മനസ്സിലായില്ലേ? ഈ പ്ലാമൂട്ടിലെ കുഞ്ഞുമോനും സുബ്രഹ്മണ്യനും എല്ലാം ഭയങ്കര ഒറ്റ കൈയാണ് ഇവന്മാർ. പണ്ട് നമ്മൾക്കറിയാവുന്ന നമ്മളെ കൊല്ലാനായിട്ടൊക്കെ കരണ്ടെല്ലാം കളഞ്ഞ് ഇങ്ങനെ അങ്ങ് ഒരു ഒമ്നിയെ കയറി ഇങ്ങനെ അങ്ങ് നടക്കുക. ഒമ്നിയെ കയറി അങ്ങോട്ട് പോന്ന് ഇങ്ങോട്ട് പോന്ന് എല്ലാം അങ്ങ് നടക്കുകയായിരുന്നു ട്രാൻസ്ഫോമറിൻ്റെ അവിടോട്ട്. ഞാൻ ചോദിച്ചു കറണ്ട് വരത്തില്ലയോ? ഈ പ്ലാമൂട്ടിലെ കുഞ്ഞുമോൻ പറഞ്ഞ് വരത്തില്ലെന്ന്. ഞാനിവിടെ വന്നിങ്ങനെ എഴുതി ഇന്നേ കറണ്ട് വരത്തില്ലെന്ന് പറയുന്നു, എന്തെങ്കിലും സംഭവിച്ചാൽ ഇവരായിരിക്കുമെന്ന്. ടപ്പേന്ന് കറണ്ട് വന്നു. ഇന്ന് വരത്തില്ലെന്ന് പറഞ്ഞ കറണ്ടാണ്. അപ്പം ഇങ്ങനെ കുഞ്ഞുമോൻ്റെ വീട്ടിലായിരുന്നു പണ്ടത്തെ ഗർഭനാടകമൊക്കെ. സുബ്രഹ്മണ്യൻ്റെ മോൻ വഴിയെ കൂടെ നടക്കുമ്പം ഞാനങ്ങ് ഗർഭിണിയാവുമെന്ന്. അവൻ വഴിയെ കൂടെ നടന്നാൽ ഗർഭം ഉണ്ടാവും. അവൻ ഈ റോഡിൽ കൂടെ ഒക്കെ പോയാൽ ആൾക്കാർക്കൊക്കെ നാട്ടിലുള്ളവർക്കൊക്കെ ഗർഭം ഉണ്ടാക്കുന്നവൻ അവൻ, സുബ്രഹ്മണ്യൻ്റെ മോൻ. അത്ര മിടുക്കനാ പോലും അവനിപ്പോൾ ഈ വഴിയെ കൂടി ഇങ്ങനെ അങ്ങ് നടക്കുമായിരുന്നു. ഈ വഴിയെ കൂടി ഇങ്ങനെ പോകുന്നവരെല്ലാം എൻ്റെ വീട്ടിലോട്ട് വരുന്നതെന്നാണ് കഥ. അതുപോലെ ഇവൻ പാതിരാത്രിക്ക് ഈ വഴിയെ കൂടെ പോയി അവിടെ വരെ ചെന്ന് നിന്നേച്ച് തിരിച്ചു പോകും ഈ വഴിയെ കൂടെ തന്നെ. ഞാൻ അന്ന് എൻ്റെ ഫേസ്ബുക്കിനകത്തൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇവൻ്റെ പോക്കും വരവും ഒക്കെ, ഈ സുബ്രഹ്മണ്യൻ്റെ മോൻ്റെ പോക്കും വരവും. അപ്പം ഇവൻ വഴിയെ കൂടെ പോകുമ്പോൾ ഞാനങ്ങ് വഴിയെ കൂടെ പോയാൽ ഗർഭം ഉണ്ടാകും പോലും പെണ്ണുങ്ങൾക്ക്, അങ്ങനെയൊക്കെ കഥകളൊക്കെ. വഴിയെ കൂടെ പോകുമ്പം ഗർഭം ഉണ്ടാകും, അങ്ങനെ ഗർഭക്കഥകൾ. അപ്പം അന്ന് സർപ്പകവല്ലി എന്ന് പറയുന്ന നമ്മൾ ഈ അച്ചാറും ഈ ആക്കം തീർക്കാനായിട്ട് പോകുന്ന ഈ വഴിയെ കൂടെ പോയി എങ്ങനെ അന്ന് ഇവൻ്റെ വീട്ടിലോട്ടായിരുന്നു പോകുന്നത്, ഈ പ്ലാമൂട്ടിലെ കുഞ്ഞുമോൻ്റെ വീട്ടിലോട്ടായിരുന്നു പോകുന്നത്. അവിടെ വെച്ചായിരുന്നു ഡ്രാമകളൊക്കെ. ഇവിടെയാണെന്നും പറഞ്ഞുകൊണ്ട് ഡ്രാമ അവിടെ വെച്ചായിരുന്നു നടത്തുന്നത്. അവൾ ഇങ്ങോട്ടാ അച്ചാറും ഉച്ചാറും ഒക്കെ ആയിട്ട് വരുന്നത്, ഗർഭിണിക്കുള്ള സാധനമായിട്ട് വരുന്നത്. എന്തെല്ലാം കഥകളാണെന്നറിയോ പൊന്നച്ചോ, അങ്ങ് കഥകൾ. അവളുടെ ഗർഭക്കഥ. അവൾ കുറേ ഇതുപോലെ ഗർഭം ഉണ്ടാക്കി നടന്നതാണ് ഇവളിങ്ങനെ കുറേ ഗർഭം ഉണ്ടാക്കി നടന്നതാണ് ഇവൾ പണ്ട്, ഈ തേവിടിശി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾ പെണ്ണുങ്ങളെക്കുറിച്ച് അനാവശ്യ കഥകളുണ്ടാക്കുക. ഇത് ഇപ്പം എന്തോ ഞാൻ പറയുന്നതിലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറകിന് കുറേ പെണ്ണുങ്ങൾ നടന്നുള്ള കാര്യങ്ങളാണ്. നമ്മൾ അത് തിരിച്ചാണെങ്കിൽ ഇത് ഇവിടെ തിരിച്ച് നമ്മുടെ പുറകിന് ഇങ്ങനെ നടക്കുക. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിവുള്ളവനും നല്ലൊരു നേതാവും ഒക്കെ അവനെ ഇങ്ങനെ പുറകിന് നടന്ന് കുറേ പെണ്ണുങ്ങൾ അവൻ്റെ ഭാവി കളയാനും തുലയ്ക്കാനും അവനെ റെഡിയാക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് നടക്കുകയായിരുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ പുറകിന് ഇങ്ങനെ അങ്ങ് നടക്കുക കുറേ അവളുമാരും അവന്മാരും ഇങ്ങനെ അങ്ങ് നാട്ടിൽ ജോലിയും വേലയും കൂലിയൊന്നും ഇല്ലാത്ത കുറേ തെമ്മാടി. ഈ സുബ്രഹ്മണ്യനും കുറേ അവളുമാരും അവന്മാരും പ്രീത എസ് പണിക്കർ എന്ന് പറയുന്ന തെണ്ടി. ഇവളുടെ തിരക്കിയാൽ മതി, ഇവളുടെ സർട്ടിഫിക്കറ്റൊക്കെ പോയി തിരക്കിയാൽ മതി ഇവൾക്ക് എന്താ ഉള്ളതെന്നുള്ളത്. ഇവൾ ബി ഫാംകാരിയാണോ? മൂത്ത് കള്ളിയായി ഇവൾ ഓൺലൈൻ വഴി ഏതാണ്ട് ഇവളുടെ ലിങ്ക്ഡിനിൽ നമ്മൾ നോക്കാൻ തുടങ്ങിയപ്പോഴത്തേന് ഇവൾ വെച്ച് പിടിച്ച് ഓടി. ലിങ്ക്ഡിനെല്ലാം നമ്മളെ ബ്ലോക്ക് ചെയ്ത് കാണുന്നതിൽ നിന്ന്. അപ്പോൾ ഇവളുടെ കള്ളത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ട എന്താ, നമ്മൾ ലിങ്ക്ഡിനിലുണ്ട്, നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ കാണിക്കും നല്ല വഴി. ഇവക്കപ്പോൾ എന്തൊക്കെയോ കള്ളത്തരങ്ങളാണ് ഇവള് ചുമ്മാതെ ഇങ്ങനെ ഇട്ടിരിക്കുക. ലിങ്ക്ഡിനിൽ കയറി വലിയ ഏതാണ്ട് ഇതാണെന്ന് ചുമ്മാതെ. എത്രയോ ഫേക്ക് ഉണ്ട്, ഇഷ്ടംപോലെ ഫേക്ക് ഇല്ലേ, ബോട്ടോ എന്നാ ഫേക്കിന് പറയുന്ന ബോട്ടെന്നാണ്, ഈ ഫേക്ക് അക്കൗണ്ട്സിന് പറയുന്ന ബോട്ടെന്നാണ് തോന്നുന്നു. അതുമായിട്ട് നടക്കുക വലിയ കേമിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ തീസിസ് ഇത് എന്തുവാന്ന് ഇവർക്ക് അറിയാമെന്ന് അറിയത്തില്ല. കുറേ കള്ളത്തരങ്ങളൊക്കെ ഇങ്ങനെ ആളുകളെ കൊല്ലുന്ന രീതിയൊക്കെ അറിയാം, അതാൾക്ക് അറിയാമെന്ന്. ജോളിയുടെ കൂട്ട് ഇങ്ങനെ നടക്കുക. ഇപ്പം കോളേജ് ജോളി ഇതുപോലെയായിരുന്നു. IITയിലും അവിടെ ഇവിടെയെല്ലാം കയറി നടക്കുന്ന പോലെ ഇവൾ ഓരോരോ സമയത്ത് ഓരോരോ കോളേജിൽ കയറി നടക്കുക. ഓരോരുത്തരെയൊക്കെ ആരെയൊക്കെ റെഡിയാക്കണം ഇരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതാണ്ടെല്ലാം ഉണ്ട്. ഈ കോളേജുമായിട്ട് വലിയ ലിങ്ക്ഡപ്പായി അവൾമാർക്ക്. അതിന് നടക്കുക ഇവളിങ്ങനെ. അപ്പോൾ ഇവളിങ്ങനെ നടക്കുക. ഇപ്പം ഇവിടെ മൂത്ത മോള് ഏതാണ്ട് ബീഫാമാണെന്നാണ് പറയുന്നത്. ദൈവത്തിനറിയാം എന്താണെന്നുള്ളത്. ഇങ്ങനെ ബീഫാം പഠിക്കുവാന്നാണ് പറയുന്നത്. എന്താണ് ഈശ്വരനും ഇവർക്ക് അറിയത്തുള്ളൂ. ഇളയ മോള് ഇങ്ങനെ വന്നിച്ച് പറയുന്നതായിട്ട് ഒന്നും പഠിക്കത്തില്ല അവൾ, എഴുതാൻ പോലും അറിയത്തില്ല. ഇന്നാൾ ഞാൻ കേട്ട് പഠിക്കാൻ രത്നമ്മ പറയുന്നത്, എൻ്റെ അമ്മ പറയുന്നത് പഠിക്കുമെന്ന് പറഞ്ഞപ്പോൾ പഠിച്ചിട്ടാണ് വന്നേന്ന്. പഠിക്കുന്നില്ലയെന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടാണ്. അപ്പം അങ്ങനത്തെ ആളാണ്, ഒന്നും അറിയത്തില്ല. ഇവളുടെ മോളല്ലയോ കണ്ട് വലിയ ഏതാണ്ടാന്നാ വിചാരം. എന്നിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ ഇങ്ങനെ പിഴിഞ്ഞ് ജീവിക്കുക ഇവളുമാർ, മറ്റുള്ളവരെ പിഴിഞ്ഞ് ജീവിക്കുക. ബോട്ടുമൊക്കെ ഉണ്ടാക്കി നടക്കുക, ഇങ്ങനെ ഫേക്ക് ഐഡിയ ആയിട്ടൊക്കെ നടക്കുക. ഫേക്ക് ഐഡിയ മുഴുവനും എല്ലാം ഫേക്കുമായിട്ട് നടക്കുക. ഇങ്ങനെ കുറേ ഫേക്കൂസ്. നമ്മളിവിടെയാണ്
ഇതൊക്കെ ഇന്ന് 26th February and time is 8 o'clock. Okay, exactly 7:57. I'm here inside my house. ഹൃദയ മന്ദിരം ഒലേട്ടിയമ്പലം ബിയോ മാവേലിക്കര. അപ്പോൾ ഈ സാമിക്ക് കുറേ ഇതൊക്കെ ഉണ്ടാകും. അപ്പം നമ്മുടെ മൊബൈൽ ഇവിടെയൊക്കെ നന്നാക്കി അത് കേടാവും, ഇവിടെയൊക്കെ നന്നാക്കി അത് കേടാവും. അപ്പോൾ ഇങ്ങനെ കേടാക്കുന്നത് നമ്മുടെ മൊബൈൽ കുറേ നമുക്ക് അനുഭവങ്ങളുണ്ട്. അവിടെ വെച്ചും നമ്മുടെ സ്ക്രീൻ ഇങ്ങനെ ഓടും. നമ്മളുടെ ഒരു ഇതിലൊക്കെ ടച്ച് ചെയ്താൽ ഫുള്ളും കൂടെ ടച്ചാകും. നമ്മൾ ടൈപ്പ് ചെയ്യരുത്, മനസ്സിലായില്ലേ? സമയം എടുക്കണം. നമ്മളെ സ്റ്റോപ്പ് ചെയ്യിക്കാനൊക്കെയുള്ള പല പരിപാടികളും ഇവന്മാരുടെ കയ്യിലുണ്ട്. നമ്മുടെ സ്ക്രീൻ ഇങ്ങനെ ഇതൊക്കെ അങ്ങനെ ഒത്തിരി പരിപാടികളുണ്ടായിരുന്നു. നമ്മളതെല്ലാം ഇതാക്കി ഇങ്ങനെ പല പല പരിപാടികൾ. അതുപോലെ ഇത് കേടാക്കുന്നത്, സൗണ്ട് കളയുന്നത്. നമ്മൾ ഫോൺ കടയിൽ എന്നും പോകണം, കഥകളുണ്ടാക്കാൻ. എവിടെയോ പോവാണ്, അങ്ങനെ പോവാൻ, ഇങ്ങനെ പോവാണെന്നൊക്കെ പറഞ്ഞ് കഥയുണ്ടാക്കാൻ നമ്മൾ എടുത്തിട്ടിട്ടുണ്ട്. നമ്മളെവിടെ പോയെന്നൊക്കെ ഉള്ളതിനുള്ളത്. അപ്പം അതിനാ രോഗം. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയി നമ്മൾ എന്തുവാ എടുത്തിട്ട് കഴിയുമ്പം ഇതൊന്നും നോക്കിയിരിക്കുക. നമ്മളെവിടെ പോയി ഇടുന്നുണ്ടോ, എവിടെ പോയെന്നുണ്ടോ, അതുണ്ടോ ഇതുണ്ടോ, ഇതൊക്കെ മനസ്സിലായില്ലേ? ഇങ്ങനെ നടക്കുക. നമ്മളെക്കുറിച്ച് എങ്ങനെയെങ്കിലും കഥ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് നടക്കുക. ഇവളുമാരാ നമ്മുടെ ഇതിനകത്തൊന്നും ഒരവനും ഇല്ല. ആകെയുള്ളത് എൻ്റെ മുക്കുമാണ്. ആളുമായിട്ടേ ഉള്ളൂ നമ്മൾ ഇതുള്ളത്. ഇങ്ങനെ അങ്ങ് നടക്കുക കഥയുണ്ടാക്കി. നമ്മുടെ ഫോണിലങ്ങ് ഒരവനും ഇല്ല, ഒരു വാട്സപ്പിൽ ഒരവനും ഇല്ല. എല്ലാത്തിനെയും ബ്ലോക്ക് ചെയ്യും നമ്മൾ അന്നേരം. ഒരവനും ഇല്ല ബ്ലോക്ക്. ഇത് ഒരവൻ ഏതെങ്കിലും ഒരു അവൻ ഹായിട്ട് അന്നേരം ബ്ലോക്ക് ചെയ്ത് കളയും.